എൻ്റെ അപ്പയുടെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകൻ, ദീർഘകാലം എൻ്റെ കുടുംബത്തിൻ്റെ വഴികാട്ടി, ഇവർ തമ്മിലുള്ള ആത്മബന്ധം ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല, കേരളത്തിൽ മറക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആന്യങ്ങളുടെ അനുഗ്രഹം മേടിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ MLA ആവുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് തുടങ്ങിയത്. അപ്പയുടെ അനുഗ്രഹം പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ അനുഗ്രഹവും ഞാൻ കണക്കാക്കുന്നത്. പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അദ്ദേഹത്തോട് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഏത് തരത്തിലും ഈ കൺഫ്യൂഷൻസ് ഒക്കെ ഏതെങ്കിലും തരത്തിൽ അവിടെ പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ ചില തർക്കങ്ങളുണ്ടല്ലോ, കുടുംബത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ അത്തരം ചില ചർച്ചകൾ പുറത്തു വന്നിരുന്നല്ലോ. തങ്ങളുടെ സഹോദരി ഉൾപ്പെടെ മത്സരിക്കാൻ പോകുന്നു എന്ന ചില മാധ്യമ ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാധ്യമ ചർച്ചയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാധ്യമങ്ങൾ എന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയല്ലേ. നിങ്ങളാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ചിലരിങ്ങനെ എത്ര വർഷമായി ആവശ്യമില്ലാത്ത കഥകൾ പറഞ്ഞിങ്ങനെ വേട്ടയാടുന്ന ഒരു പുതിയ ഒരു സമീപനമാണല്ലോ. അത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ തിരുത്തണം. നിങ്ങളും കൂടെ ശക്കര ഒരു സ്ലോ ആയിട്ട് പോകണം എന്നുള്ള അഭ്യർത്ഥന എനിക്കുണ്ട്. ചില കാര്യങ്ങൾ സോഴ്സ് അനുസരിച്ച് നിങ്ങൾ വാർത്ത കൊടുക്കുക, സോഴ്സ് കൃത്യമാണെങ്കിൽ വാർത്ത കൊടുക്കുക എന്ന റിക്വസ്റ്റേ ഉള്ളൂ. നിങ്ങൾക്ക് തീരുമാനിക്കാം. ദിവസം ഞങ്ങൾ ഇതിനു മുമ്പ് എന്റെ ഇലക്ഷനും വളരെ ദിവസം കുറവായിരുന്നു. പക്ഷെ അത് വളരെ നല്ല രീതിയിൽ ക്യാമ്പയിൻ നടന്നു, നല്ല രീതിയിൽ വിജയമുണ്ടായി. ഞങ്ങൾക്ക് പ്രശ്നമില്ല. പാർട്ടി വിടാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത്, ചാണ്ടിയെ ചില നേതാക്കൾ വേട്ടയാടുന്നത് ചാണ്ടി തന്നെ നുസൂറിനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് നുസൂർ. ഇതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പാർട്ടി വിടാൻ ആഗ്രഹിക്കുന്നവർ പലതും പറയും, പാർട്ടി വിടാൻ ആഗ്രഹിക്കുന്ന പലരും പറയും. അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് എനിക്കറിയില്ല, മൊത്തം ഞാൻ കേട്ടിട്ടില്ല. എന്തൊക്കെയോ നുറുങ്ങുകൾ കേട്ടു. കാരണം അതൊന്നും ശരിയല്ല. നുസൂറിന് അത് പറയുന്നത് ശരിയല്ല എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തിന് പല അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആക്കി, അതിനുമുമ്പ് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ആക്കി, അതിനുശേഷം വിവിധ കോർപ്പറേഷനിൽ മത്സരിക്കാൻ അവസരം കൊടുത്തു. ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ ക്യാമ്പയിന് പോയിട്ടുള്ള ആളാണ്. അദ്ദേഹം പാർട്ടിയോട് കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. ഈ പാർട്ടി ക്രൂഷ്യലായിട്ട് നിൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ അനാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഭൂരിപക്ഷ വർഗീയതയും പറയുന്നു, ന്യൂനപക്ഷ വർഗീയതയും പറയുന്നു. കഥകളുണ്ടാക്കി സ്ഥാനാർത്ഥികളെ അവമാനിക്കുന്നു, പ്രിയപ്പെട്ട നേതാക്കന്മാരെ അവമാനിക്കുന്നു. ശരിയല്ല. നുസൂർ തിരുത്തുമെന്നാണ് എന്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ വളരെ അടുത്ത സഹപ്രവർത്തനായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഇവിടെ ഇപ്പോ യുവാക്കളെ അവഗണിക്കുന്നു എന്ന തരത്തിലാണ് ഇവരിപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. പലതരത്തിലും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പലതരം സമരനിരയിൽ മുന്നിൽ നിന്നവർ കഴിഞ്ഞ 2-3 OJ ജനീഷ് ചെറുപ്പക്കാരനാണോ? എനിക്കറിയില്ല. സുധീർ ഷാ ചെറുപ്പക്കാരനാണോ? എനിക്കറിയില്ല. വൈശാഖ് ചെറുപ്പക്കാരനാണോ? എനിക്കറിയില്ല. അബിൻ വർക്കി ചെറുപ്പക്കാരനാണോ? എനിക്കറിയില്ല. ഞാൻ ചെറുപ്പക്കാരനാന്ന് എന്റെ ഒരു ചെറുപ്പക്കാരൻ ഞാനല്ലാന്ന് വെച്ചു. സുനിൽ ലാലൂർ ചെറുപ്പക്കാരനാണോ? എത്ര പേരുണ്ട്. എന്നിട്ട് വെറുതെ AD തോമസ് ഉണ്ട്. എത്രയോ പേര് നമുക്ക് എണ്ണി പറയാൻ സാധിക്കും. എന്നിട്ട് വെറുതെ ഈ ലിസ്റ്റിനെ ഇങ്ങനെ ആക്രമിക്കാൻ വേണ്ടി ഇത് പറയുന്നത് ശരിയല്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. സ്ത്രീകൾക്ക് പരിഗണന കിട്ടിയിട്ടില്ല എന്ന് ആരോപണമുണ്ട്. അല്ല, നമുക്ക് പല ഫാക്ടേഴ്സ് ഇതിനകത്ത് ഇൻവോൾവ് ആണല്ലോ. പല ഫാക്ടേഴ്സ് കരുതിക്കൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ചിലപ്പം എന്താണ് എന്നുള്ളത് പാർട്ടി നേതൃത്വം പറയുക. വേറൊന്നുമില്ല. നാളെ 12 മണിക്ക് എന്റെ നോമിനേഷൻ കൊടുക്കുകയാണ്. കോട്ടയം വെച്ചാണ് ആദ്യമായിട്ടാണ് കോട്ടയത്ത് കൊടുക്കുന്നത്. യൂഷ്വലി പള്ളിക്കത്തോട് ബ്ലോക്കിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ആദ്യമായിട്ട് കോട്ടയത്തേക്ക് കൊടുക്കുകയാണ്. ഗാന്ധി പ്രതിമയിൽ 11 കാലിന് പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം ഇവിടെ പോയി നോമിനേഷൻ കൊടുക്കും. വൈകിട്ട് 3:30 പ്രിയപ്പെട്ട KC വേണുഗോപാൽ MP, കോൺഗ്രസിന്റെ ആദരണീയനായ
സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്ത കൺവെൻഷൻ ഉണ്ടായിരിക്കും. അദ്ദേഹം എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പും അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തോടുള്ള പ്രത്യേക നന്ദി. ഈ ഒരു തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വന്ന് ഈ ഒരു ഉദ്ഘാടനം നടത്തുവാൻ സമ്മതിച്ചതിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യത്തെ കൺവെൻഷനാണെന്ന് എൻ്റെ വിശ്വാസം. അപ്പോൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന ആദ്യത്തെ കൺവെൻഷനുമാണ്. എല്ലാവരെയും നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരോട് പറയുക കോട്ടയത്തുള്ള വരെ